ടെക് ന്യൂസ് ഇൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്റൽ കോർ i5 പ്രോസസ്സറുമായിട്ട് വരുന്ന ആപ്പിൾ മാക്ബുക്ക് പ്രോ 13 ഇഞ്ചിന്റെ വില ആമസോണിൽ കുറഞ്ഞിരിക്കുകയാണ്. 256 GB ഇന്റേണൽ വെർഷന്റെ വില 18,000 രൂപ കുറഞ്ഞിട്ട് 99,990 രൂപയായിട്ടുണ്ട്. പിന്നെ 512 GB ഇന്റേണൽ വെർഷന്റെ വില 1,200 രൂപ കുറഞ്ഞിട്ട് 1,41,719 രൂപയായിട്ടുണ്ട്. നോക്കിയ G10 എന്ന ഫോണിന്റെ ഇന്ത്യയിലെ 3 GB റാം 32 GB ഇന്റേണൽ വെർഷന്റെ വില വരിക 11,999 രൂപയായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ ഈ ഫോണിന്റെ 4 GB റാം 64 GB ഇന്റേണൽ വെർഷന് വരുന്നതായിരിക്കും. അതിന്റെ വിലയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഫോൺ ഏപ്രിൽ 8-നായിരിക്കും ലോഞ്ച് ചെയ്യുക. ഈ ഫോണിന്റെ ബ്ലൂ കളർ വേരിയന്റും അതുപോലെ തന്നെ പർപ്പിൾ കളർ വേരിയന്റും വരുന്നതായിരിക്കും. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ 6.38 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഈ ഫോണിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ P22 എന്നുള്ള പ്രോസസ്സർ വരുന്നതായിരിക്കും. ഫോണിന്റെ പിന്നിൽ 48 മെഗാ പിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വരും. 4000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിന്റെ വെയിറ്റ് വരിക ഏകദേശം 180 ഗ്രാം ആയിരിക്കും. ഫോണിന്റെ തിക്നെസ് വരിക 8.7 mm ആയിരിക്കും. റിയൽമി 8 പ്രോയുടെ ഇലുമിനേഷൻ യെല്ലോ കളർ വേരിയന്റ് റിയൽമി CEO മാധവ് സേത്ത് ടീസ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഒരു 12 സെക്കൻഡ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിന്റെ ചില സ്പെസിഫിക്കേഷൻ ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട്. ഈ ഫോണിൽ 6.4 ഇഞ്ചിന്റെ ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ഇല്ല. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 720G എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. ഇത് 4G പ്രോസസ്സറാണ്. പിന്നെ ഫോണിന്റെ പിന്നിൽ 108 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ സെൻസറും 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസും പിന്നെ 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും വരുന്നതായിരിക്കും. ഈ ഫോണിൽ 4500 mAh ബാറ്ററി ആയിരിക്കും വരിക. 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഫോണിന്റെ ബോക്സിൽ 65 വാട്ടിന്റെ ചാർജർ വരുന്നതായിരിക്കും. ഗൂഗിൾ നിയർ ബൈ ഷെയർ വഴി ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം ഡാറ്റ സെൻഡ് ചെയ്യാം. നോക്കിയ അടുത്ത 2 കൊല്ലം കൊണ്ട് 10,000-ഓളം പേരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടേക്കാം എന്നാണ് റിപ്പോർട്ട്. പിന്നെ റിസർച്ചിൽ അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. പീട്രോൺ ബാസ്ബഡ്സ് ജഡ്ജ് TWS ഇയർഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ IPX4 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഇതിൽ വോയിസ് അസിസ്റ്റന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ 400 mAh ബാറ്ററിയാണ് വരുന്നത്. ഇതിന്റെ വില വരുന്നത് 999 രൂപയാണ്. റെഡ്മി K40 Pro Plus ഇന്ത്യയിൽ Mi11X Pro എന്ന പേരിലും ഗ്ലോബലി Mi11A എന്ന പേരിലും ലോഞ്ച് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ട്. MIUI ക്യാമറ ആപ്പിൽ നിന്നാണ് ഇക്കാര്യം മനസ്സിലായത്. പിന്നെ റെഡ്മി K40 എന്ന ഫോൺ ഇന്ത്യയിൽ Mi11X എന്ന പേരിലും ഗ്ലോബലി പോക്കോ F3 എന്ന പേരിലും ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ റെഡ്മി K40 Pro എന്ന ഫോൺ ചൈനയ്ക്ക് പുറത്തേക്കുള്ള രാജ്യങ്ങളിൽ എത്തില്ല എന്നും റിപ്പോർട്ടുണ്ട്. വാൾമാർട്ട് ഓൺ ബ്രാൻഡഡ് സ്ട്രീമിംഗ് ഡിവൈസ് FCC സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിലെ ആൻഡ്രോയിഡ് TV 10 സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. അംലോജിക് S805Y പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ക്രോമ ഫയർ TV എഡിഷൻ സ്മാർട്ട് LED TV ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 32 ഇഞ്ച് വെർഷന്റെ വില വരുന്നത് 17,999 രൂപയാണ്. 43 ഇഞ്ചിന്റെ ഫുൾ HD വെർഷന്റെ വില വരുന്നത് 29,999 രൂപയാണ്. 43 ഇഞ്ചിന്റെ അൾട്രാ HD വെർഷന്റെ വില വരുന്നത് 34,999 രൂപയാണ്. പിന്നെ 50 ഇഞ്ചിന്റെ വെർഷന്റെ വില വരുന്നത് 39,999 രൂപയും 55 ഇഞ്ച് വെർഷന്റെ വില വരുന്നത് 46,499 രൂപയുമാണ്. വിയറബിൾ ഡിവൈസ് ഷിപ്മെന്റ് 2020 28.4% കൂടി എന്നാണ് റിപ്പോർട്ട്. ആപ്പിളാണ് ഇതിൽ ഒന്നാം സ്ഥാനത്ത്. 34.1% അവരുടെ മാർക്കറ്റ് ഷെയർ. OnePlus 9 Proയുടെ ചില സ്പെസിഫിക്കേഷൻ പീറ്റ് ലവ് ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ LTPO Quad HD+ റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ സ്മാർട്ട് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 10-bit കളർ ഡെപ്തും ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഡിസ്പ്ലേയിൽ HDR10+ഉം അതുപോലെ തന്നെ MEMC ടെക്നോളജിയും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണുകളുടെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 1300 nits ആയിരിക്കും. പിന്നെ ഈ ഫോണിന് ഡിസ്പ്ലേ മേറ്റിന്റെ A+ റേറ്റിംഗും ലഭിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് OnePlus 9 Proയിൽ 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുമെന്നാണ്. പിന്നെ OnePlus 9 സീരീസിന്റെ പ്രീ ഓർഡർ മാർച്ച് 23 സ്റ്റാർട്ട് ചെയ്യും. OnePlus 9 സീരീസിന്റെ ഗിഫ്റ്റ് ബണ്ടിൽ എഡിഷന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഷാർക്ക് 4, ബ്ലാക്ക് ഷാർക്ക് 4 Pro എന്നീ ഫോണുകൾ മാർച്ച് 23 ലോഞ്ച് ചെയ്യും. ബ്ലാക്ക് ഷാർക്ക് 4ൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. 4500 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ബ്ലാക്ക് ഷാർക്ക് 4 Pro എന്ന ഫോണിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. iPhone 12 സീരീസ് 4G 5G സ്പീഡ് US മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളേക്കാൾ സ്ലോവർ ആണ് എന്നാണ് റിപ്പോർട്ട്. സാംസങ് A72, സാംസങ് A52 എന്നീ ഫോണുകളുടെ ചില സ്പെസിഫിക്കേഷൻ ലീക്ക് ആയിരിക്കുകയാണ്. ഇതിൽ സാംസങ് A72 എന്ന ഫോണിൽ 6.7 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഈ ഫോണിൽ 5000 mAh ബാറ്ററി വരും. പിന്നെ ഈ ഫോണിന്റെ ക്യാമറയിൽ 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും.
സാംസങ് A52 എന്ന ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഈ ഫോണിൽ 4500 mAh ബാറ്ററി വരുന്നതായിരിക്കും. പിന്നെ രണ്ട് ഫോണുകളിലും സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണുകളിൽ IP67 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഫോണുകൾ വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ, ലൈറ്റ് ബ്ലൂ എന്നീ കളർ വേരിയൻസിലായിരിക്കും വരിക. ട്വിറ്ററിൽ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷന് സെക്യൂരിറ്റി കീസ് മാത്രം ഉപയോഗിക്കാൻ പറ്റും. പോക്കോ X3 പ്രോയുടെ റെൻഡേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ പോക്കോ X3 എന്ന ഫോണിലേതുപോലുള്ള ഡിസൈനാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ വിലയും ലീക്കായിട്ടുണ്ട്. ഈ ഫോണിൻ്റെ 6GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ വില €269 ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്. അതായത് ഏകദേശം 23,200 രൂപ. പിന്നെ ഈ ഫോണിൻ്റെ 8GB RAM 256GB ഇന്റേണൽ വെർഷൻ്റെ വില €319 ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്. അതായത് ഏകദേശം 27,600 രൂപ. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൻ്റെ ഇന്ത്യയിലെ വില 21,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും വരിക. പിന്നെ ഈ ഫോണ് ഫ്രോസ്റ്റ് ബ്ലൂ, മെറ്റൽ ബ്രോൺസ്, അതുപോലെ ഫാൻറ്റം ബ്ലാക്ക് എന്നീ കളർ വേരിയൻസിലായിരിക്കും വരിക. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 860 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഇത് 4G ഫോൺ ആയിരിക്കും. പിന്നെ ഈ ഫോണിൽ 5200 mAh ബാറ്ററി വരും. ക്ലബ് ഹൗസ് എന്ന ആപ്പിൽ പുതിയ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ഇനി കോൺടാക്റ്റ് ഓപ്പൺ ചെയ്യാതെ തന്നെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ മറ്റൊരു വാർത്തയിൽ ക്ലബ് ഹൗസ് ഒമാനിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. സിഗ്നൽ ആപ്പ് ചൈനയിൽ VPN ഇല്ലാതെ വർക്കാവുന്നില്ല എന്നാണ് റിപ്പോർട്ട്. സാംസങ് ഗാലക്സി വാച്ച് 4ന്റെ ബാറ്ററി 3C സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 240 mAh ബാറ്ററി ആയിരിക്കും വരിക. ZTE Axon 30 Proയിൽ 64 മെഗാപിക്സലിലെ 3 ക്യാമറ സെൻസേഴ്സ് വരുമെന്നാണ് റിപ്പോർട്ട്. ഇതിൽ ഒന്ന് മെയിൻ ക്യാമറ സെൻസറും മറ്റേത് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും പിന്നെ മൂന്നാമത്തേത് ടെലിഫോട്ടോ ലെൻസും ആയിരിക്കാനാണ് സാധ്യത. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ വരുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ SC7295 എന്ന പ്രോസസ്സർ വരുന്നു. ഇത് ലാപ്ടോപ്പിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സർ ആയിരിക്കും. ഇത് സ്നാപ്ഡ്രാഗൺ 775 എന്ന പ്രോസസ്സർ ബേസ് ചെയ്തിട്ടുള്ള പ്രോസസ്സർ ആയിരിക്കും. ഇതിൽ 2.7 GHz ക്ലോക്ക് ചെയ്യുന്ന ഒരു കോറും 2.4 GHz ക്ലോക്ക് ചെയ്യുന്ന 3 കോറും പിന്നെ 1.8 GHz ക്ലോക്ക് ചെയ്യുന്ന 4 കോറുകളും വരും. നൂബിയ റെഡ് മാജിക് 6 സീരീസ് ഗ്ലോബലി ഏപ്രിൽ 9 എത്തും. നൂബിയ റെഡ് മാജിക് 6 സീരീസിൽ 2 ഫോണുകളായിരിക്കും വരിക. നൂബിയ റെഡ് മാജിക് 6ഉം പിന്നെ നൂബിയ റെഡ് മാജിക് 6 പ്രോയും. രണ്ട് ഫോണുകളിലും 6.8 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 165 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും രണ്ട് ഫോണുകളും വരിക. രണ്ട് ഫോണുകളുടെയും പിന്നിൽ 64 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. പിന്നെ നൂബിയ റെഡ് മാജിക് 6 എന്ന ഫോണിൽ 5050 mAh ബാറ്ററി വരും. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. നൂബിയ റെഡ് മാജിക് 6 Pro എന്ന ഫോണിൽ 4500 mAh ബാറ്ററി ആയിരിക്കും വരിക. ഇതിൽ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഏപ്രിൽ 15 മുതൽ ഈ ഫോണിൻ്റെ ഓപ്പൺ സെയിൽ സ്റ്റാർട്ട് ചെയ്യും. നൂബിയ റെഡ് മാജിക് 6ന്റെ വില $599 അല്ലെങ്കിൽ യൂറോസ് ആയിരിക്കും. നൂബിയ റെഡ് മാജിക് 6 Pro എന്ന ഫോണിൻ്റെ വില €699 അല്ലെങ്കിൽ ഡോളർ ആയിരിക്കും. ഓപ്പോ റെനോ 5F കെനിയയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് ഓപ്പോ F19 Pro എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷനാണ്. ഈ ഫോണിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P95 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48 മെഗാപിക്സലിലെ മെയിൻ ക്യാമറ സെൻസറും 8 മെഗാപിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാപിക്സലിലെ ഡെപ്ത് സെൻസറും പിന്നെ 2 മെഗാപിക്സലിലെ മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 32 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ ഫോണിൽ 4310 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് ഏകദേശം 20,800 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഗൂഗിൾ സെക്കൻഡ് ജനറേഷൻ നെസ്റ്റ് ഹബ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ പല ഹാർഡ്വെയർ ഇംപ്രൂവ്മെൻറ്റ്സും വരുന്നുണ്ട്. ഇതിൽ സ്ലീപ്പ് ട്രാക്കിംഗ് എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. റിയൽമി C11 2021 എന്ന ഫോണിന് ഇന്ത്യയിൽ BIS സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഫോണ് NBTC സർട്ടിഫിക്കേഷൻ സൈറ്റിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ ഫോണിൻ്റെ പേര് ഇപ്പോൾ കൺഫേം ആയിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. മൈക്രോമാക്സ് ഇൻ 1 എന്ന ഫോണ് ഗീക്ക് ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിന് സിംഗിൾ കോറിൽ 361 പോയിന്റും മൾട്ടി കോറിൽ 1318 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G80 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ 6GB RAM വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരും. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയും വരും. 5000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ മാർച്ച് 19 ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. സ്റ്റൈക്സ് നിയോ എന്ന സ്മാർട്ട് വാച്ച് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ, ബ്ലഡ് പ്രഷർ മോണിറ്റർ, ടെമ്പറേച്ചർ മോണിറ്റർ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്.
ഇതിൽ 1.55 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വാച്ചിൻ്റെ വില വരുന്നത് 3499 രൂപയാണ്. MI 11 Ultra എന്ന ഫോൺ ഇന്ത്യയിൽ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോൺ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ 6.8 ഇഞ്ചിൻ്റെ Quad HD+ OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരും. Snapdragon 888 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ പിന്നിൽ 50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ഈ ഫോണിൽ 5000 mAh ബാറ്ററി വരുന്നതായിരിക്കും. 67 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ്ങും അതുപോലെ തന്നെ 67 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യും. റെഡ്മി നോട്ട് 10 ആദ്യത്തെ സെയിലിൽ 4 GB RAM വെർഷൻ അവൈലബിൾ ആയിരുന്നില്ല. LG പുതിയൊരു റോളബിൾ ഫോൺ ഡിസൈൻ പാറ്റന്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ സെക്കൻഡറി ഡിസ്പ്ലേയും അതുപോലെ പോപ്പപ്പ് സെൽഫി ക്യാമറയും വരുന്നുണ്ട്. MI 11 Lite 4Gയുടെ ഒരു ഇമേജ് ലീക്ക് ആയിരിക്കുകയാണ്. ഇതിൽ ചില സ്പെസിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. Snapdragon 732G എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ OLED ഡിസ്പ്ലേ വരും. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 64 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. iPhone 12, iPhone 11, iPhone SE 2 എന്നീ ഫോണുകളുടെ ചേസസിൻ്റെ കളർ പോകുന്നതായിട്ട് പല യൂസേഴ്സും കംപ്ലൈൻറ്റ് പറഞ്ഞിരിക്കുകയാണ്. ഹുവാവേ വാച്ച് ഫിറ്റ് എലഗൻറ്റ് സ്മാർട്ട് വാച്ച് ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 1.64 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഹാർട്ട് റേറ്റ് മോണിറ്റർ, ബ്ലഡ് ഓക്സിജൻ മോണിറ്റർ പോലുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് €110 ആണ്, അതായത് ഏകദേശം 9500 രൂപ. ഹോണർ V40യുടെ ലക്ഷറി എഡിഷൻ്റെ ഇമേജ് ലീക്ക് ആയിരിക്കുകയാണ്. ഹുവാവേ നോവ 8 എന്ന ഫോണിലേതുപോലുള്ള ഡിസൈനാണ് ഈ ഫോണിൽ വരുന്നത്. ചിലപ്പോൾ ഈ ഫോൺ ഹോണർ V40 ലൈറ്റ് എന്ന പേരിൽ ലോഞ്ച് ചെയ്തേക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇനി മുതൽ ആപ്പിൽ നിന്നുമുള്ള വരുമാനം $1 മില്യൺ താഴെയാണെങ്കിൽ വരുമാനത്തിൻ്റെ 15% മാത്രം ഗൂഗിളിന് കൊടുത്താൽ മതി. ആദ്യം ഇത് 30% ഫ്രീ ഫയറിൽ ഹോളി ഇവന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മൈക്രോമാക്സിൻ്റെ പുതിയൊരു ഫോൺ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. E7544 എന്ന മോഡൽ നമ്പറിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഇത് മൈക്രോമാക്സ് ഇൻ 1 എന്ന ഫോണല്ല. പിന്നെ ഈ ഫോൺ ഇപ്പോൾ ഗീക്ബെഞ്ച് സൈറ്റിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. യൂണി SoC ഒക്ടാകോർ പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ 4 GB RAM വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. Android 11 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. സാംസങ് A22 എന്ന ഫോണിൻ്റെ ചില സ്പെസിഫിക്കേഷൻ ലീക്ക് ആയിരിക്കുകയാണ്. ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 48 MP മെയിൻ ക്യാമറ സെൻസറും 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 MP ഡെപ്ത് സെൻസറും പിന്നെ 2 MP മാക്രോ ലെൻസും വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 13 MP സെൽഫി ക്യാമറ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോൺ ഗ്രേ, ലൈറ്റ് ഗ്രീൻ, പർപ്പിൾ, വൈറ്റ് എന്നീ കളർ വേരിയൻസിലായിരിക്കും വരിക. ഇത് ജൂണിൽ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. റിയൽമി GT എന്ന ഫോണിനെ ആൻതുതു സൈറ്റിൽ നിന്നും റിമൂവ് ചെയ്തിരിക്കുകയാണ്. റിയൽമി ആൻതുതു സ്കോർ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് കാരണമാണിത്. ഈ ഫോണിൻ്റെ ആൻതുതു സ്കോർ വരുന്നത് ഏകദേശം 7.5 ലക്ഷമാണ്. Snapdragon 888 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. iQOO Neo 5 എന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.62 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 1000 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Snapdragon 870 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 48 MP ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിൽ 13 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 MP ഡെപ്ത് സെൻസറും അതുപോലെ 2 MP മാക്രോ ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 4400 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് $2499 ആണ്, അതായത് ഏകദേശം 27900 രൂപ. റിയൽമി C25 എന്ന ഫോൺ മാർച്ച് 23 ഇന്തോനേഷ്യയിൽ ലോഞ്ച് ചെയ്യും. 6000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G70 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരും. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ TUV റെയിലും സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഫോണിൻ്റെ പിന്നിൽ 8 MP ക്യാമറ വരും. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് വരുന്നതായിരിക്കും.